ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? സുഖമെന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പുട്ടാണ്. അരിപ്പൊടി കൊണ്ടുള്ള പുട്ടാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് തരിയുള്ള പൊടി നോക്കിയിട്ട് പുട്ടുപൊടിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. എപ്പോഴും തരിയുള്ള പൊടി നോക്കിയിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പുട്ടിന് വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ള പുട്ടുപൊടിയാണ് കേട്ടോ, പാക്കറ്റ് പൊടിയില്ലേ, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പുട്ടുണ്ടാക്കുന്നത് നോക്കാം. പിന്നെ പുട്ടിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മലയാളികളുടെ ബ്രേക്ക്ഫാസ്റ്റ് മെനൂസിൽ വരുന്ന മെയിൻ മെനൂസിൽ ഒരെണ്ണമാണ് പുട്ട്. പുട്ടിനൊപ്പം മെയിനാണ്, എന്തും കോമ്പിനേഷനാണ് അല്ലേ. പുട്ടും കടലക്കറി, പുട്ടും പഴം, പുട്ടും പപ്പടം, പുട്ടും ചെറുപയർ, പുട്ടും മുതിരയും, പിന്നെ പുട്ടും ചിക്കൻ കറിയും, പുട്ടും മീൻ കറിയും, പിന്നെ എല്ലാതും ഏകദേശം എല്ലാ സാധനങ്ങളും പുട്ടിൻ്റെ ഒപ്പം കോമ്പിനേഷനായിട്ട് കഴിക്കാനായിട്ട് പറ്റും. അപ്പം ഞാനിതിലേക്ക് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 3 ചെറുള്ളി നല്ലപോലെ നൈസായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കൈപ്പിടി നാളികേരം ചെരുകിയത് കേട്ടോ. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് നല്ലപോലെ ഇത് തിരുമ്മി കൊടുക്കുക കേട്ടോ. നല്ലപോലെ ഇത് മിക്സായിട്ട് വരണം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ വെള്ളത്തിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള വെള്ളമാണ് കേട്ടോ അത്. അപ്പോൾ ആ വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടിത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ആ 2 കപ്പ് വെള്ളം ഞാൻ മൊത്തം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ പുട്ടുപൊടി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. 20 മിനിറ്റിന് ശേഷം നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ പുട്ടുപൊടി വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഉലർത്തിയെടുക്കാം. ഇതിപ്പോൾ പിന്നെ കട്ടിയായിരിക്കണം കണ്ടിട്ട് എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഉലർത്തി എടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ എടുത്താൽ മതി. എക്സ്ട്രാ വെള്ളം ഒന്നും ഒഴിക്കണ്ട കേട്ടോ. അപ്പോൾ പുട്ടുണ്ടാക്കാനായിട്ട് ഞാനൊരു പുട്ടും കുമ്പം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഇത്രോടൊക്കെ വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ വെള്ളം തിളച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇനി പുട്ടുകുറ്റിയിലേക്ക് പുട്ടുപൊടിയും നാളികേരമൊക്കെ നിറച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആവി കയറ്റാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പുട്ടുകുറ്റിയിലേക്ക് ചില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് നാളികേരമാണ് കേട്ടോ. പുട്ടുകുറ്റിയിലേക്ക് നാളികേരം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്ത ലെയർ പുട്ടുപൊടിയാണ് ഇട്ട് കൊടുക്കുക. പിന്നെ വീണ്ടും നാളികേരം ഇട്ട് കൊടുക്കുക. അതിനുശേഷം പുട്ടുപൊടി, പിന്നെ വീണ്ടും നാളികേരം, പിന്നെ വീണ്ടും പൊടി ഇട്ട് കൊടുക്കുക. അങ്ങനെ 3 കഷ്ണങ്ങളാണ് കേട്ടോ ഒരു പുട്ടുകുറ്റിയിൽ നമുക്ക് കിട്ടുക. അവസാനം നാളികേരമാണ് കേട്ടോ ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ, നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാനായിട്ട് പുട്ടും കുമ്പത്തുമ്മ വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ആവി വരുന്ന കണ്ടില്ലേ. ഇതിപ്പോൾ വെച്ചതിന് പിന്നാലെ 2 മിനിറ്റിന് ശേഷം ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം തന്നെ എടുക്കരുത്, ഒരു 5 മിനിറ്റ് ഇതെങ്ങനെ ഇരിക്കട്ടെ, എന്നാലാണ് നമ്മുടെ പുട്ടിൻ്റെ പൊടിയൊക്കെ വെന്ത് വരല്ലോ. 5 മിനിറ്റ് ശേഷം എടുക്കാം കേട്ടോ. അപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനൊരു തുണി വെച്ചിട്ട് പുട്ടുംകുറ്റിനെ പിടിച്ചതിന് ശേഷം എടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാനൊരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പുട്ടിങ്ങനെ കുത്തിയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് പുട്ട് റെഡി ആയിട്ടുണ്ട്. ഞാനിതിൽ നിന്ന് ചില്ലെടുക്കുകയാണ് കേട്ടോ. ചില്ലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ്. എനിക്കറിയാം എല്ലാവർക്കും പുട്ടുണ്ടാക്കാനായിട്ട് അറിയുന്നത് എനിക്കറിയാം. ഞാൻ പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് ഇടാൻ കാരണം ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി എങ്ങാനും നിങ്ങൾ ഇങ്ങനെയല്ല പുട്ടുണ്ടാക്കണത് എങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കി നോക്കണം. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു രീതിയാണ് ഈ പുട്ടുണ്ടാക്കണത്. ഞാനിതിൽ ജീരകവും ഉള്ളിയൊക്കെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ പുട്ടിന് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.